കേരളത്തിന് പ്രത്യേക അരിവിഹിതം അനുവദിക്കില്ല എന്നുള്ള കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനെതിരെ മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരിക്കുകയാണ്. കേരളത്തോടുള്ള കേന്ദ്ര സർക്കാരിന്റെ നിഷേധാത്മക നിലപാട് തുടരുകയാണ് എന്ന് മുഖ്യമന്ത്രി എടുത്തു പറയുകയാണ്. ഓണക്കാലത്ത് സംസ്ഥാനത്തിന് പ്രത്യേകമായി അധിക അരിവിഹിതം അനുവദിക്കണം എന്നുള്ള ആവശ്യം പോലും കേന്ദ്രം തള്ളിക്കളഞ്ഞുവെന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. 8 രൂപ 30 പൈസ നിരക്കിൽ മുൻഗണനേതര കുടുംബങ്ങൾക്ക് കാർഡ് ഒന്നിന് 5 കിലോഗ്രാം വീതം അരി ലഭ്യമാക്കണമെന്നാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത് എന്നും മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഒപ്പം 2 വർഷം മുമ്പ് വരെ ടൈഡ് ഓവർ വിഹിതമായി ലഭിച്ചു വന്നിരുന്ന ഗോതമ്പിന്റെ അലോട്ട്മെന്റ് പുനഃസ്ഥാപിക്കണമെന്നും മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഓണം പോലെയുള്ള വിശേഷ അവസരങ്ങളിൽ പൊതുമാർക്കറ്റിൽ അരിയുടെ വില കുതിച്ചുയരാതിരിക്കാൻ വേണ്ടി മുൻഗണനേതര വിഭാഗക്കാർക്കും കഴിയുന്ന അളവിൽ ഭക്ഷ്യധാന്യങ്ങളുടെ ലഭ്യത ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഈ സാഹചര്യത്തിലാണ് മുൻഗണനേതര വിഭാഗക്കാർക്ക് നൽകുന്നതിന് വേണ്ടി അധികമായി അരി വിഹിതം സംസ്ഥാനം ആവശ്യപ്പെട്ടതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുകയാണ്. സംസ്ഥാന ജനസംഖ്യയിൽ ഗണ്യമായ ഒരു വിഭാഗം പ്രമേഹ രോഗബാധിതരാണ് എന്ന് കണക്കുകൾ സൂചിപ്പിക്കുന്ന കാര്യമാണ്. ഈ സാഹചര്യത്തിലാണ് മുൻഗണനേതര വിഭാഗക്കാർക്കുള്ള ഗോതമ്പിന്റെ അലോട്ട്മെന്റ് പുനഃസ്ഥാപിക്കണം എന്നുള്ള ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ വ്യക്തമാക്കുകയാണ്. എന്നാൽ സാധാരണക്കാർക്ക് കൈത്താങ്ങാകുന്ന ഈ ആവശ്യങ്ങൾ കേന്ദ്ര സർക്കാർ നിർദ്ദയം നിരാകരിക്കുകയാണ് എന്നും മുഖ്യമന്ത്രി ചൂണ്ടിക്കാട്ടുകയാണ്. ഇക്കാര്യത്തിൽ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ പ്രതിഷേധം ഉയരണമെന്നും അദ്ദേഹം എടുത്തു പറയുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ കേരള വിരുദ്ധ നയം തിരുത്താൻ ജനങ്ങളുടെ ആകെ പ്രതിഷേധം അനിവാര്യമാണ് എന്നും മുഖ്യമന്ത്രി എടുത്തു പറയുകയാണ്. അതേസമയം ഓണത്തിന് മുന്നോടിയായി വിവിധ സഹായം തേടുന്നതിനായി മന്ത്രി GR അനിൽ ചൊവ്വാഴ്ച കേന്ദ്ര ഉപഭോക്തൃകാര്യ ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി പ്രഹ്ലാദ് ജോഷിയുമായി ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമം NFSA നടപ്പിലാക്കിയതിനു ശേഷം 1965 മുതൽ നിലവിലുണ്ടായിരുന്ന കേരളത്തിന്റെ സാർവത്രിക സ്റ്റാറ്റ്യൂട്ടറി റേഷൻ സമ്പ്രദായം ചില വിഭാഗങ്ങൾക്ക് മാത്രമായി പരിമിതപ്പെടുത്തിയിട്ടുണ്ട് എന്ന് GR അനിൽ ചൂണ്ടിക്കാട്ടുകയായിരുന്നു. എന്നാൽ മുൻഗണനേതര വിഭാഗക്കാർക്ക് ഭക്ഷ്യലഭ്യത ഉറപ്പാക്കാൻ അധിക അരി നൽകണം എന്നുള്ള കേരളത്തിന്റെ ആവശ്യം കേന്ദ്രം തള്ളുകയായിരുന്നുവെന്നും മന്ത്രി പ്രതികരിച്ചിരിക്കുകയാണ്. കാർഡ് ഒന്നിന് 5 കിലോ വീതം അരി നൽകണം എന്നായിരുന്നു ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. നേരത്തെ നിർത്തലാക്കിയ ഗോതമ്പ് വിഹിതം പുനഃസ്ഥാപിക്കാൻ കഴിയില്ല എന്നും കേന്ദ്രം അറിയിച്ചിട്ടുണ്ടായിരുന്നുവെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. ഡൽഹിയിൽ കേന്ദ്രമന്ത്രിയെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി GR അനിൽ.